കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന ഒരു ചടങ്ങ് നമ്മൾ കണ്ടതാണ്. അതിലേക്ക് കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പോകെ പോകെ ഓരോ അധ്യക്ഷന്മാർ വരുമ്പോഴും ഇതുപോലുള്ള തല തെറിച്ച അല്ലെങ്കിൽ ബുദ്ധിശൂന്യന്മാരാണ് ഈ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പിരുന്ന സുരേന്ദ്രനും ഇതേ നിലപാടും അതുപോലെ തന്നെ ഇതേ രീതിയൊക്കെ തന്നെയായിരുന്നു ഇയാളുടെയും പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ കമ്മീഷൻ നടക്കുന്ന ഈ പരിപാടി ഫംഗ്ഷനിലേക്ക് ഒരു VIP പോലും ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വന്ന് ആ കസേരയിൽ ഇരിക്കുന്നു. ഏതാണ് പാർട്ടി? BJP ആണ് പാർട്ടി. BJP ഈ പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു വക്താവ്, അതിൻ്റെ ആ ഒരു പാർട്ടിയുടെ വക്താവ് അതിലേക്ക് വന്നിരുന്നിട്ട് ഭാരത് മാതാ കീ ജയൊക്കെ വിളിക്കുകയാണ്. എന്തിന്? ആർക്ക് വേണ്ടിയിട്ട്? ഏതോ വല്ലവൻ്റെയും കുഞ്ഞിന് അച്ഛനാകാൻ വന്നിരിക്കുന്ന ഇവനെയൊക്കെ തൊലിക്കട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇത് ഉത്തർപ്രദേശ് അല്ല, ഗുജറാത്ത് അല്ല എന്നൊക്കെ ഇവനൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇത് കേരളമാണ്. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം ആ പോർട്ടിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇവിടെ ഓരോ വികസനത്തിനെ സംബന്ധിച്ചും. പോർട്ട് മാത്രമല്ല, ഓരോ വികസനവും ഏത് പാർട്ടിയാണ് ആരാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത്രയും ബുദ്ധിശൂന്യത കാണിക്കരുത് ഇവന്മാർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പശുമൂത്രവും കുടിച്ച് കാവ്യകളസവും ഇട്ട് അവിടെ നിന്നും ആ കാവ്യ കൂടാരത്തിൽ നിന്ന് കിട്ടുന്ന അറിവൊക്കെ അല്ലേ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത്. സമ്മതിക്കണം. ഇതിനു മുമ്പ് കൊച്ചി മെട്രോയിൽ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന BJPയുടെ ഒരുത്തൻ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു ടീം